ശ്രീനാരായണ ഗുരുവിന്റെ ദർശനോത്സവം എന്നാണ് പറയുന്നത്. എന്താണ് ദർശനം? ശബരിമലയിൽ പോകുമ്പോൾ പാടുന്നൊരു പാട്ടില്ലേ, ഉച്ചീരുമൂടി കെട്ടുമായി വരുന്നു ഞാൻ അച്ഛൻ കോവിലയ്യപ്പാരക്ഷയു സത്യമാം 18 തൃപ്പടിയേറുമ്പോൾ ദർശനം നൽകണേ തമ്പുരാനേ. എന്ത് ദർശനമാണ്? യോഗപട്ടാസനസ്ഥനായിരിക്കുന്ന ധർമ്മശാസ്താവിന്റെ വിഗ്രഹം എന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയണമേ എന്നാണ് പ്രാർത്ഥിച്ചതെന്ന് വിചാരിച്ചു പോയോ? ഇല്ല. മനുഷ്യന്റെ ദർശനം ബാഹ്യദർശനമല്ല. ദിനോസറുകൾ മുതൽ കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിലെ ജീവജാലങ്ങൾക്കെല്ലാം കണ്ണുണ്ടായിരുന്നു. അവരെല്ലാം ദർശനവും കാഴ്ചയും ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കെല്ലാം പുറംകാഴ്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അകക്കാഴ്ച മനുഷ്യന് മാത്രമേ ഉള്ളൂ. മനുഷ്യൻ വരുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ ഒരു ജീവജാലത്തിനും പേരുണ്ടായിരുന്നില്ല. ഭൂമിക്കും ആകാശത്തിനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും ദൈവങ്ങൾക്കുമെല്ലാം പേരുണ്ടായത് മനുഷ്യൻ വന്ന് ഭാഷ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമാണ്. അതിനും ഒന്നിനും പേരുണ്ടായിരുന്നില്ല. എങ്ങനെയാണ് മനുഷ്യൻ ഈ പേരുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞത്? മനുഷ്യന് മാത്രമേ ആന്തരിക ദർശനമുള്ളൂ, ഉള്ളിലേക്ക് നോക്കാൻ കഴിയൂ. ശബരിമലയിൽ പോകുമ്പോൾ ധർമ്മശാസ്താവിന്റെ വിഗ്രഹം കാണുന്നതിന് മുമ്പ് അവിടെ ഒരു ദർശനമുണ്ട്. എന്താണ് ആ ദർശനമാണ്? കാലബോധം. ഈ ദർശനങ്ങളുടെ അടിത്തറയിലാണ് സകല ദൈവവിശ്വാസവും പടുത്തുയർത്തിയത്. എന്നാൽ പിന്നീട് ദൈവവിശ്വാസത്തിന്റെ ദർശനങ്ങൾ നഷ്ടപ്പെടുകയും ഉപരിപ്ലവമായിരിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളും ജാതിബോധവും മാത്രമായി അവശേഷിക്കുകയും ചെയ്തപ്പോൾ ആന്തരിക ദർശനത്തെ ഉത്ഖനനം ചെയ്ത് തിരിച്ചു കൊണ്ടുവരാൻ ഒരു മനുഷ്യൻ ഒരുപെട്ടു. ആ ആന്തരിക ദർശനത്തിൽ പുറപ്പെട്ടതാണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹം സ്വന്തമായ ഒരു ദർശനം ഉണ്ടാക്കുന്നതിനപ്പുറത്ത് ദർശനങ്ങളില്ലാതെ അടിത്തറയില്ലാതെ തകർന്നുകൊണ്ടിരിക്കുന്ന ഭാരതത്തിലെ ആസ്തിക പാരമ്പര്യത്തിന് അടിത്തറയുണ്ടാക്കി കൊടുക്കൂ എന്നതാണ് ഗുരുവിന്റെ ഏറ്റവും വലിയ സന്ദേശവും സംഭാവനയും. ഒരു ക്ഷേത്രം പണിയാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി പോവുകയാണ്. ആ ക്ഷേത്രത്തിന് വാനം എന്ന് പറയും, ഞങ്ങളുടെ നാട്ടിൽ കുയ്യാട്ടെന്ന് പറയും, അസ്ഥിവാരം പൊതുവെ പറയും. ഈ അസ്ഥിവാരം ചെങ്കല്ല് കൊണ്ടാണോ കരിങ്കല്ല് കൊണ്ടാണോ ഉരുളങ്കല്ല് കൊണ്ടാണോ വേണ്ടത് എന്ന് തർക്കം നടക്കുമ്പോൾ കമ്മിറ്റി പ്രസിഡന്റ് പറഞ്ഞു, വെറുതെ എന്തിനാണ് തർക്കിക്കുന്നത്? മണ്ണിനടിയിൽ പോകുന്നതാ, അതാരും കാണാൻ പോകുന്നില്ല. അതുകൊണ്ട് അത് പേരിന് മതി. ഒരു കുമ്പാരി എന്ന നാട്ടിൽ കൈകൊടുക്കുന്നു, അത് മനസ്സിലാവുന്ന സന്തോഷമായിട്ട് മാത്രമാണ്. അതുകൊണ്ടൊരു ചാല കയറി എന്തെങ്കിലും ഒരു കല്ലിട്ട് നിരത്തിയിട്ട് നമുക്ക് തറ അടിപൊളിയാണ്, ചുമര് ഗംഭീരമാക്കണം, മേൽക്കൂര ചെമ്പടിച്ച മേൽക്കൂരയാക്കണം, വിഗ്രഹവും ഗംഭീരം. അങ്ങനെ എല്ലാവരും പേടിച്ച് അംഗീകരിച്ചു. അങ്ങനെ നാമമാത്രമായ വാനൻ അസ്ഥിവാരവും, എന്നാൽ ഗംഭീര തറയും ചുമരും മേൽക്കൂരയും വിഗ്രഹവും പ്രതിഷ്ഠയും കലശവും അഭിഷേകവും എല്ലാം ഗംഭീരമായി കഴിഞ്ഞു. എല്ലാവരും പിടിഞ്ഞു. അടുത്ത മഴ വന്നപ്പോ ശ്രീകോവിൽ മണ്ണിലേക്ക് പോയി. ഇതുപോലെയായിരുന്നു ഭാരതത്തിലെ ദൈവവിശ്വാസത്തിന്റെ ആസ്തിക പാരമ്പര്യത്തിന്റെ ദാർശനികതയുടെ അടിത്തറയില്ലാത്ത അവസ്ഥ. ആ അവസ്ഥയിൽ നിന്ന് ഈ രാജ്യത്തിന്റെ ദർശനത്തെ ഉയർത്തിക്കൊണ്ടുവന്നതാണ് ഗുരുദേവൻ. എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ക്ഷേത്രങ്ങളുണ്ട്, എല്ലായിടത്തും പൂജകളുണ്ട്, ആരാധനകളുണ്ട്, പ്രാർത്ഥനകളുണ്ട്, നാമജപങ്ങളുണ്ട്. പക്ഷേ അടിത്തറയില്ല. എന്താ അടിത്തറ? ദർശനം. എന്ത് ദർശനം? ദർശനത്തിലൂടെയാണ് ദൈവത്തെ കണ്ടെത്തിയത്. ദൈവം ഒരു ഇൻവെൻഷനാണോ ഡിസ്കവറിയാണോ എന്ന് നമ്മൾ ഗുരുദേവന്റെ ദർശനങ്ങൾ പഠിക്കുന്നവർ ചർച്ച ചെയ്യും. ഇൻവെൻഷനും ഡിസ്കവറിയും തമ്മിലുള്ള വ്യത്യാസം സ്കൂൾ പഠിച്ചിട്ടുണ്ട്.
കൊളംബസ് ഡിസ്കവേർഡ് അമേരിക്ക. മാർക്കോണി ഇൻവെന്റഡ് റേഡിയോ. കൊളംബസ് അവിടെയുള്ള ഒന്നിനെ കണ്ടെത്തിയതാണ്. അമേരിക്ക അവിടെ ഉണ്ടായിരുന്നു. കൊളംബസ് കണ്ടുപിടിച്ചാലും ഇല്ലെങ്കിലും അമേരിക്ക അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ കൊളംബസ് ആണ് ആദ്യം കണ്ടത്. പക്ഷെ മാർക്കോണി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് റേഡിയോ എന്ന് പറഞ്ഞൊരു സാധനം ലോകത്തില്ല. മനുഷ്യനിൽ വരുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ അമ്പലമില്ല, പ്രാർത്ഥനയില്ല, പള്ളിയില്ല, ആരാധനയില്ല. എവിടെയാണ് നമ്മൾ ദൈവത്തിൽ എത്തിയത്? അവിടെയാണ് ആന്തരിക ദർശനത്തിന്റെ ആദ്യത്തെ പ്രാർത്ഥന എന്ന് തിരിച്ചറിയുന്നത്. ഭാരതത്തിലെ ആദ്യത്തെ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഏതെങ്കിലും ഒരു മതത്തിന്റെ പ്രാർത്ഥനയല്ല. കാരണം ആ പ്രാർത്ഥന ഉണ്ടാകുന്ന കാലത്ത് മതങ്ങളേയില്ല, ഭൂമിയിൽ ഒരു മതവുമില്ല. ആ പ്രാർത്ഥനയുടെ കാലത്ത് ഇന്ന് കാണുന്ന ഒരു ദൈവവും ഭൂമിയിലില്ല. എന്താണ് പ്രാർത്ഥന? ആ പ്രാർത്ഥനയെ കുറിച്ച് ഒരുപാട് പാട്ടുകളുണ്ട് മലയാള സിനിമകളിൽ. ഓർമ്മ വരുന്നുണ്ടോ? ശാരികേ ശാരികേ സിന്ധു ഗംഗാ നദീതീരം വളർത്തിയ ഗന്ധർവഗായികേ പാടുക നീ പുരുഷാന്തരത്തിലെ ഭാവോജ്വലങ്ങളാം സൂര്യഗായത്രികൾ. സൂര്യഗായത്രികൾ. വാട്ടി സൂര്യഗായത്രി. സൂര്യഗായത്രി എന്താ? അടുത്ത പാട്ടിലുണ്ട്. ഈ പാട്ടിൽ സൂര്യഗായത്രി ഒഴുകുന്നില്ല. അടുത്ത പാട്ടിൽ പത്മതീർത്ഥമേ ഉണരൂ, മാനസ പത്മതീർത്ഥമേ ഉണരൂ, അഗ്നിരഥത്തിലുദിക്കുഷസിന്നർഘ്യം നൽകൂ, ഗന്ധർവസ്വരഗംഗയൊഴുകൂ, ഗായത്രികൾ പാടൂ. ഓം ഭുവഃസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. മന്ത്രത്തിന്റെ അർത്ഥം നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രശ്നം പറഞ്ഞ മന്ത്രങ്ങളുടെ അർത്ഥം അറിയില്ല. എല്ലാരും ചൊല്ലും മന്ത്രം. എന്താ അർത്ഥം? രാമരാമ എന്ന് ചൊല്ലുന്നത് എന്താ അർത്ഥം അറിയാം. രാമരാമ എന്ന മന്ത്രത്തിന്റെ അർത്ഥം അറിയുന്ന ആനന്ദത്തിൽ ഇങ്ങോട്ട് വന്ന് പറഞ്ഞാൽ അനുഭവപ്പെട്ടു. ഇതാ രാമരാമന്റെ അർത്ഥം. കൗസല്യപുത്രനായ ദശരഥപുത്രനായ സീതാപതിയായിരിക്കുന്ന രാമ എന്ന് വിളിച്ചതാ. കാരണം കൗസല്യയുടെയും ദശരഥന്റെയും കഥയുണ്ടാകുന്നതിന് മുമ്പ് അത് എഴുതിയതാര? വാൽമീകി. വാൽമീകി എഴുതുന്നതിന് മുമ്പ് രാമരാമ ജനിച്ചില്ലേ? എന്നിട്ടല്ലേ വാൽമീകി ആകുന്നത്. അന്ന് രാമന്റെ കഥയുണ്ടോ? രാമായണം എഴുതിയോ? അന്ന് നാരദൻ വാൽമീകിയോട് കഥ പറഞ്ഞു കൊടുത്തോ? ഇല്ലല്ലോ. ഇനി ഏത് രാമന അറിയണം. അറിയാത്തതിന്റെ ദുരന്തമുണ്ട് നമ്മുടെ നാട്ടിൽ. രാക്ഷദോച്ചാരണ മാത്രേണ മുഖാൻ നിര്യന്തിവാദക പുനഃപ്രവേശ ധീര്യാജ മകാരച്ച കവാടവേ. നിങ്ങൾ ഇത്രയും കാലം രാമരാമ എന്ന് ജപിച്ചിരുന്നത് ദർശനത്തിന്റെ അടിത്തറയില്ലാതെയായിരുന്നു. മനസ്സിലായോ? ഇവരെ ജപിച്ചത് രാമായണത്തിലെ കഥാപാത്രമായ രാമ എന്നാണ്. അതല്ല, രാ എന്നുച്ചരിക്കും വേളയിൽ എല്ലാ പാപങ്ങളും പുറത്തു പോകുന്നു. പുറത്തുപോയ പാപങ്ങൾ തിരിച്ച് ഉള്ളിലേക്ക് തന്നെ പ്രവേശിക്കാതിരിക്കാൻ മ എന്നു വയപൊട്ടുന്നു. രാമ 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 അർത്ഥം പിടിക്കുക. ഉള്ളിൽ വെളിച്ചം. ആ വെളിച്ചം നടക്കാൻ എന്താ പ്രാർത്ഥന? ഓ തൃശ്ശൂർ അദ്വൈതാശ്രമത്തിന്റെ ചിന്മയാമിഷന്റെ വേദാന്ത കോളേജിൽ ഞാനൊരു സെമിനാറിന് പോയി. ഞാൻ ചോദിച്ചു, വാട്ട് ഈസ് ഓം? ഓം എന്താണെന്ന് ആരും വിശദീകരിക്കുന്നു. ആരും മനസ്സിലാക്കി. ഒരു പയ്യനെഴുതിയിട്ട് പറഞ്ഞു, ഓം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി എന്താ? ദൈവത്തെ ഡൗൺലോഡ് ആക്കുന്ന പാസ്വേഡാണ് ഓം. ഓം നമഃശിവായ എന്ന് പറഞ്ഞാൽ ശിവൻ ഡൗൺലോഡായി.
ഡൗൺലോഡായി. കുട്ടികളെന്തെങ്കിലും ഡൗൺലോഡ് ഭാഷയിലല്ലേ സംസാരിക്കും. അവർ ദൈവത്തെ ഡൗൺലോഡ് ആകുന്ന പാസ്വേഡ് ഓം എന്ന് പറയുന്ന മന്ത്രത്തിന്റെ ആഴമറിയണം. മനുഷ്യൻ ദൈവികതയിലേക്ക് എത്തിയ വഴിയാണ് ഓം. അതുകൊണ്ടാണ് എല്ലാ ദൈവങ്ങളെ ഉച്ചരിക്കുമ്പോൾ ഓം എന്ന് പറയുന്നതിന്റെ കാരണം ദൈവത്തെ നമ്മൾ ഇൻവെൻഷൻ ചെയ്തത് ഓം എന്ന റൂട്ടിലൂടെയാണ്. എന്താണ് ഓം? കാലബോധം. 2026 മെയ് മാസം 2-ാം തീയതിയാണ് ഇന്ന് ശനിയാഴ്ചയാണ്. എന്ന് നിങ്ങളുടെ നാട്ടിലെ ഏതൊക്കെ പശുവിനോ പട്ടിക്കോ പൂച്ചക്കോ അറിയാവോ? അവർക്ക് കാലബോധമില്ല. അവര് ഇന്ന് വർത്തമാനകാലം മാത്രമേ അവർക്കുള്ളൂ. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് മാത്രമേ ഉള്ളൂ. അവർക്ക് ഇരുട്ടുകൊണ്ട് വെളിച്ചമുണ്ട്. ഇരുട്ടുള്ളതിനെ രാത്രിയെന്നും വെളിച്ചമുള്ളതിനെ പകലെന്നും പകലും രാത്രിയും ചേർന്നതിനെ ദിവസമെന്നും 7 ദിവസം ചേർന്നതിനെ വാരമെന്നും 2 വാരം ചേർന്നതിനെ പക്ഷമെന്നും 2 പക്ഷം ചേർന്നതിനെ മാസമെന്നും 6 മാസം ചേരുന്നതിനെ അയനമെന്നും 2 അയനം ചേരുമ്പോൾ ഒരു വർഷമെന്നും 12 വർഷം ചേരുമ്പോൾ ഒരു വ്യാഴവട്ടമെന്നും 100 വർഷം ചേരുമ്പോൾ നൂറ്റാണ്ടെന്നും ആരാ പറഞ്ഞേ? നമ്മളാ പറഞ്ഞേ. നമുക്കേ അറിയൂ. നമ്മൾ ദിവസത്തെ മുറിച്ചു. ആദ്യം മുറിച്ചത് യാമങ്ങളായിട്ടാണ്. യാമം മനസ്സിലാവുക എങ്ങനെയാ? ക്ലോക്കും ടൈമീസും ഉണ്ടോ? മൊബൈൽ ഫോൺ ഉണ്ടോ? പണ്ട് നാട്ടുകാർ സമയം അറിയാൻ, യാമം അറിയാൻ, മുസ്ലിങ്ങൾ നിസ്കരിക്കുന്ന സമയം അറിയാൻ വേണ്ടിയിട്ടായിരുന്നു പള്ളിയിൽ നിന്നും ബാങ്ക് വിളിച്ചിരുന്നു. അതുപോലെ യാമങ്ങൾ അറിയാൻ ക്ഷേത്രങ്ങളിൽ നിന്നും കൊട്ടാരങ്ങളിൽ നിന്നും ശംഖ് വിളിച്ചിരുന്നു. അപ്പൊ ശംഖ് വിളിക്കുമ്പോ അറിയാം, ഒരു യാമം കഴിഞ്ഞു. യാമശംഖുലിവാണിലുയർന്നു സോമശേഖര ബിംബമുണർന്നു. പാട്ടിൽ യാമങ്ങൾ. പിന്നീടാണ് നാഴികകൾ വിനാഴികകൾ ഉണ്ടായത്. നാഴിക വിനാഴിക. നാഴികമണിയുടെ നക്ഷത്രഗാനം ഈ മനോഹരഗാനം. പുലരിച്ചിരിക്കും സന്ധ്യ മരിക്കും കാലം പിന്നെയും മുഴുകും സുഖമൊരു ബിന്ദു. നമ്മുടെ പ്രിയപ്പെട്ട കവി എഴുതുക നമ്മുടെ പ്രിയപ്പെട്ട കവിയാണ്. തമ്പിയുടെ സഹോദരൻ ശ്രീകുമാരൻ തമ്പി. ശ്രീകുമാരൻ തമ്പിയുടെ പാട്ടാണ് കാലത്തെ പറ്റിയിട്ട്. ഈ കാലബോധം 3ആയിട്ടാണ് ആദ്യം ഉണ്ടായത്. പിന്നെയാണ് ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കിയിട്ട് കാലത്തെ നിശ്ചയിച്ചു അറിയില്ലേ? ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കിയിട്ട് 12 മാസങ്ങളെ 12 രാശികളെ നിശ്ചയിച്ചു. കാരണം ഭൂമി സൂര്യനെ ചുറ്റുന്ന വിവരം ഒന്നില്ല. ഓരോ കാലത്ത് നോക്കുമ്പോ നക്ഷത്രങ്ങളുടെ ഘടന മാറും. നിങ്ങളിപ്പോ നിങ്ങൾ ഇരിക്കുന്നിടത്തിന് മാറുന്നില്ലെങ്കിലും ഇവിടുന്നെടുത്ത ഫോട്ടോവും അവിടുന്നെടുത്ത ഫോട്ടോവും തമ്മിൽ വ്യത്യാസം ഉണ്ടാവല്ലോ. അപ്പൊ നമ്മൾ ഭൂമിയെ ചുറ്റുമ്പോ പലയിടങ്ങളിൽ നിന്ന് ആകാശത്ത് നക്ഷത്രങ്ങളെ നോക്കുമ്പോ നക്ഷത്രങ്ങളെ കൂട്ടിച്ചേർത്ത് ചിത്രം വരച്ചാൽ പണ്ടത്തെ കുട്ടികളുടെ ബാലപ്രസിദ്ധീകരണങ്ങളിൽ ബാലരമ, പൂമ്പാറ്റ, ബാലമംഗളത്തിലൊക്കെ കുത്തുകളിട്ടിട്ട് നമ്പർ ക്രമത്തിൽ കുത്തുകൾ യോജിപ്പിച്ചിട്ട് കാണുന്ന ചിത്രത്തില് ഒഴിഞ്ഞിരിക്കുന്നവനെ കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ ചിത്രം വരയ്ക്കാൻ പഠിപ്പിക്കുന്ന ഒരു സൂത്രമില്ലേ? അതുപ്രകാരം ആകാശത്തെ നക്ഷത്രങ്ങളെ കുത്തുകളാക്കി യോജിപ്പിച്ച് വരയ്ക്കുന്ന ചിത്രം, ആടിന്റെ ചിത്രം കിട്ടിയാൽ ആടിന് സംസ്കൃതത്തിൽ പറയും മേഷം. അതാ മേഷമാസം. അതാ നമ്മുടെ മലയാളത്തിലെ മേടമാസം. പോത്തിന്റെ ചിത്രം കിട്ടിയാൽ ഇടവം പൂത്ത. മിഥുനം. എന്താ മിഥുനം? ഭാര്യയും ഭർത്താവും അഭിമുഖരായി കുഴപ്പമൊന്നുമില്ലാതെ ഒരു വെറ്റില 100 തേച്ചു നീ തന്നാലും
ഈ തിരുവാതിരരാവ് താമ്പൂലപ്രിയയല്ലോ എന്ന വൈലോപ്പള്ളിയുടെ കവിതയും ചൊല്ലി ഇരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ ചിത്രം കിട്ടിയ മിഥുനമാസം, ഞണ്ടിന്റെ ചിത്രം കിട്ടിയ കർക്കിടകം എന്ന് പറഞ്ഞ ഞണ്ട, സിംഹത്തിന്റെ ചിത്രം കിട്ടിയ സിംഹമാസം. മലയാളിക്കന്ന് സിംഹം ഒന്നും പറയാൻ പറ്റില്ല, സംസ്കൃത ഭാഷയൊന്നും പഠിച്ചിട്ടില്ല. ചിഹ്നം, മനസ്സിലായി? ചിഹ്നം. അടുത്തത് കന്നി, കന്യക, വിവാഹിതയാവാതൊരു പെണ്ണ് താടിക്ക് കയ്യും കൊടുത്തിട്ട് പ്രിയമുള്ളൊരാളാരോ വരുവാനുണ്ടെന്നു ഞാൻ വെറുതെ മോഹിക്കാറുണ്ടല്ലോ എന്ന മട്ടിലിരിക്കുന്ന കന്യകയുടെ ചിത്രം കിട്ടിയാൽ കന്നിമാസം. ത്രാസിന്റെ ചിത്രം, ത്രാസാണല്ലോ തുലാസ്, തുലാഭാരം നോക്കുന്നത്. തുലാസിന്റെ ചിത്രം കിട്ടിയ തുലാമാസം. തേളിന്റെ ചിത്രം കിട്ടിയാലോ തേളിന് പറയാ വൃശ്ചികസ്യ വിഷം പുച്ഛം. എടുക്കേ തേളിന്റെ വിഷം പാലുമല. തേള് പാലോടല്ലേ കുത്തുക, സ്റ്റേറ്റ് ബസ്സിന് പണിയിരിക്കും പോലെ പാലുകൊണ്ടാണ് തേള് കുത്തുക. വൃശ്ചികൻ തേള്. അടുത്ത ധനുസ്, വില്ല് വിളിച്ചു നിൽക്കുന്ന ഒരു ഭടന്റെ ചിത്രം കിട്ടിയാൽ ധനുമാസം. നർമ്മദാദേവിയുടെ വാഹനമാണ് മകരമത്സ്യം. ഇവിടെ പുഴകളെല്ലാം ദേവിമാരാണ്. നർമ്മദാദേവിയുടെ വാഹനം മകരമത്സ്യം. മുഖം മുതലയും ഉടല് മീനുമായിരിക്കുന്ന വിചിത്ര ജീവിയാണ് മകരമത്സ്യം. മകരമത്സ്യത്തിന്റെ ചിത്രം കിട്ടിയാൽ മകരമാസം. പാത്രത്തിന്റെ ചിത്രം കിട്ടിയാൽ കുംഭമാസം. പിന്നെ സാധാരണ പരമീന്റെ ചിത്രം കിട്ടിയാൽ മീനമാസം. പിന്നെ വേണം, മനസ്സിലായോ? മാസങ്ങൾക്ക് എങ്ങനെയാ പേര് വന്നു? ഇതുപോലെ ഇംഗ്ലീഷ് മാസത്തിന് പേരുണ്ട്. ജനുവരിയിൽ വൃത്തിയിട്ട പേരല്ല, ബോർഡ് ഓഫ് എൻട്രൻസ്. പ്രവേശനദ്വാര ദൈവമാണ് ഗ്രീക്കിലെ. ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോ ഉള്ള ദൈവമായതുകൊണ്ടാണ് ജാനുവസ് ദേവത. ജാനുവസ് ദേവതയുടെ പേര് ജനുവരി. ആത്മശുദ്ധീകരണത്തിന്റെ മാസമാണ് ഫെബ്രുവരി, അതാണ് ഫെബ്രുവരി. യുദ്ധദേവനാണ് മാർച്ച്, അതാണ് മാർച്ച്. വസന്തദേവനാണ് ഏപ്രിലൈറ്റ്, അതാണ് ഏപ്രിൽ. വിവാഹദേവനാണ് മേയസ്, അതാണ് മേയ്. സൗന്ദര്യദേവനാണ് ജൂണസ്, അതാണ് ജൂൺ. അത് കഴിഞ്ഞാൽ പിന്നെ 7-ാം മാസം സെപ്റ്റംബറായി. ജൂലൈ, ആഗസ്റ്റ് ഉണ്ടായിരുന്നു. 7-ാം മാസം സെപ്റ്റംബർ. 7 സപ്തമല്ലേ? സപ്തം 7അല്ലേ? 7-ാം മാസം സെപ്റ്റംബർ. 8 ഒക്ടോബർ, അതാ ഒക്ടോബർ. 8-ാം മാസം. 9 അല്ലേ? നവംബർ. 10-ാം മാസം, 9-ാം മാസം. ഡിസംബർ, ഡിസംബർ. ഇംഗ്ലീഷ് മാസത്തിന് സംസ്കൃതത്തിൽ പേരുകൾ ഇതുവരെ അറിഞ്ഞോ? ഇംഗ്ലീഷ് മാസത്തിന് നമ്മുടെ സംസ്കൃതത്തിന്റെ പേരാണ്. പിന്നീട് സുമേറിയൻ കലണ്ടർ മാറി ക്രിസ്തു ജനിക്കുന്നതിന് 47 വർഷം മുമ്പാണ് ഗ്രിഗോറിയൻ കലണ്ടർ പുതുക്കിയുണ്ടാക്കിയത്. അത് പുതുക്കുമ്പോ 12 രാശിയിൽ 12 മാസം വേണം, 2 മാസം കൂട്ടണം. അപ്പൊ ഇത് കൂട്ടും. എന്ത് പേരിടും? അന്നത്തെ രാജാവിനോട് ചോദിച്ചു, എന്താ പേര് കൊടുക്കണ്ടേ? അന്നത്തെ രാജാവ് ജൂലിയസ് സീസർ പറഞ്ഞു, എന്റെ പേരിട്ട് ഒരു മാസത്തിന്, അതാ ജൂലൈ. അടുത്ത മാസത്തിന് എന്ത് പേര് വരും? അടുത്ത രാജാവ്, എന്റെ മരുമകൻ അഗസ്റ്റസ് സീസറിന്റെ പേരിട്ടോ, അതാ ആഗസ്റ്റ്. ജൂലൈയും ആഗസ്റ്റും നടുക്ക് കയറിയപ്പോഴാണ് സെപ്റ്റംബർ 9-ാം മാസമായി പോയത്. ഒക്ടോബർ 8-ന് പകരം 10 പോയത്. 9-ാം മാസം നവംബറിന് പകരം 11 ഡിസംബർ 10 ചേട്ടാ, ഈ കാലത്തെ പറ്റിയിട്ട് നമ്മളല്ലാതെ മറ്റാരെങ്കിലും ചർച്ച ചെയ്യും? കാലബോധത്തിൽ നിന്നാണ് ദൈവബോധവും ഞാനെന്ന ബോധവും പ്രകൃതി എന്ന ബോധവും ഉണ്ടായത്. പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ, പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ. അതിനർത്ഥം മനസ്സിലായി? പ്രകൃതിയും ഈശ്വരനും ഞാനുമല്ല തിരിച്ചത് കാലം. അവ കാലത്തെ 3ആയി മുറിച്ചു. എന്ത്? കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ, ഭൂതകാലം, വർത്തമാനകാലം, ഇനി വരാനിരിക്കുന്ന ഭാവി കാലം. ഭൂതകാലം കൊണ്ട് സംഭവിച്ചത്. അതുകൊണ്ടാണ് ഈ പ്രേതങ്ങളെ ഭൂതങ്ങൾ എന്ന് പറയുന്നത്. മരണം സംഭവിച്ചതിന് ശേഷം എഴുന്നേറ്റ് നടക്കുന്ന വിദ്വാന്മാരെയാണ് പ്രേതങ്ങൾ എന്ന് പറയുന്നത്. മരണം സംഭവിച്ചിട്ട് നാട്ടിലിറങ്ങി ആരെ ബുദ്ധിമുട്ടിക്കുന്നത്? അതാണ് ഭൂതം. മരണം സംഭവിച്ചു, ഭൂതമായി. പഞ്ചഭൂതം 5 സംഭവിച്ചു. പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം 5 സംഭവിച്ചു. അതാണ് പ്രപഞ്ചം. പ്രാണൻ ആദ്യം ഉണ്ടായ 5 പഞ്ചം.
പ്രപഞ്ചം പറഞ്ഞ ആദ്യം ഉണ്ടായ അഞ്ചെണ്ണം പ്രപഞ്ചം സംഭവിച്ചു. മരണം സംഭവിച്ചു. ഇപ്പം പ്രേതങ്ങൾ കുറവല്ലേ? ഞങ്ങളുടെ രാജ്യത്തിൽ എത്രയാ മന്ത്രിച്ചു കെട്ടൽ ഒഴിപ്പിക്കുന്നില്ല. ഇപ്പൊ പ്രേതങ്ങൾ കുറവാണ്. നാട്ടിൽ മുഴുവൻ കരണ്ട് വന്നത്. എല്ലാ പറമ്പിലും റോഡിലൂടെ ഇപ്പോൾ ലൈനാണ്. പ്രേതങ്ങളാണെന്ന് നെൽക്കൂടെ നടക്കില്ല, വായുവില്ല, എല്ലാം ലൈന് തട്ടി ചത്തുടി. പ്രേതങ്ങൾ ഇപ്പൊ നാട്ടിലില്ല. ഭൂതം എന്ന് പറഞ്ഞാൽ സംഭവിച്ചത്, ഉണ്ടായത്. എവിടെയാണ്? ദൈവത്തിലേക്ക് ഉണ്ടായത് എന്ന വാക്ക് കണ്ടുപിടിച്ചപ്പോ, ആശയം കണ്ടുപിടിച്ചപ്പോ ഉണ്ടാക്കിയവർ വേണ്ടേ? ഒന്നുമില്ലാണ്ടുണ്ടാവുക. ക്രിയ ഉണ്ടാണെങ്കിൽ കർത്താവ് വേണ്ടേ? അപ്പൊ ഉണ്ടാക്കിയവൻ, സൃഷ്ടി നടത്തിയവൻ. അവിടെയാണ് ദൈവത്തിലെത്തി. വീട്ടിയോ ദൈവത്തിലെത്തിയ വഴി മനസ്സിലായോ? സൃഷ്ടി നടത്തിയവൻ. സൃഷ്ടി നടത്തിയാ മതിയോ? പോറ്റണ്ടേ, പരിപാലിക്കണ്ടേ? സ്ഥിതികാരകൻ, പോറ്റുന്നവൻ. പിന്നെയോ സംഹാരകൻ. ഉണ്ടായത് മുഴുവൻ അതുപോലെ ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ ഒരു രസമുണ്ട്. ഈ ഭൂമിയെ വിജയിച്ച ഒരൊറ്റ മനുഷ്യൻ മരിച്ചിട്ടില്ലെങ്കിൽ ഈ ഭൂമി പോലത്തെ നരകം പറയുന്നത്. പഴയത് പോകുന്നത് കൊണ്ടാ പുതിയതുണ്ടാകുന്നത്. പൂക്കളെല്ലാം പ്ലാസ്റ്റിക് പൂക്കളെ പോലെ വിരിഞ്ഞവിടെ നിന്നിരുന്നുവെങ്കിൽ പുതിയൊരൊറ്റക്കായി ഉണ്ടാവില്ല. പഴയത് പോകണം. പുനരപി ജനനം, പുനരപി മരണം, പുനരപി ജനനി ജഠരേശയനം. അല്ലേ? നമ്മുടെ നാട്ടുകാരൻ പാടില്ല. അറുപതിനടുത്തല്ലേ അങ്കമാലി കാലടിയിൽ ശങ്കരാചാര്യന്റെ ഫലഭൂമി. ഇത് റൊട്ടേഷനാ. ഇത് ആവർത്തിച്ചാവർത്തി വരും. റോട്ടറി ക്ലബ്ബ് കേട്ടിട്ടുണ്ടോ? എന്താ റോട്ടറി ക്ലബ്ബ്? പുതിയ ഭാരവാഹികൾ വരുമ്പോ പഴയത് റൊട്ടേഷൻ. അതാണ് റോട്ടറി ക്ലബ്ബ്. പുതിയത് വരിക, പഴയത് വരിക. അതാണ് റീസൈക്ലിംഗ്. അതാണ് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന ദർശനം. അപ്പൊ സംഹാരം വേണ്ടേ? സംഹാരം. അപ്പൊ സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഇത് മൂന്നിനും സംസ്കൃതത്തിൽ ഓരോ ശബ്ദം മതി. സൃഷ്ടിക്ക് ആ, സ്ഥിതിക്ക് ഓ, സംഹാരത്തിൽ ആ. കൂട്ടി വായിച്ചാൽ ഓ. ദൈവത്തിലേക്കെത്തിയ കാലബോധമാണ് ഓം. അടുത്തതാണ് ഭുവസ്വഹ, ഭൂമിക്ക് ഐശ്വര്യം കൊടുക്കുന്നവൻ. മറ്റൊരാൾക്കും കൊടുത്തോ? സൂര്യൻ 89 ഭാര്യമാരുണ്ട്. ഒരു ഭാര്യക്കും ഇഷ്ടവധുവാൻ നിന്നെ സൂര്യനണിയിച്ചൊരാ ചിത്രപടകഞ്ചുകം തീന്തി. നിന്നഗ്നമേനിയിൽ നഖം താഴ്ത്തി മുറിവുകളിൽ നിന്നുതിരും ഉദിരമവർ മുന്തി. ആടിത്തിമർക്കും തിമർപ്പുകളിലൂടങ്ങെങ്ങും ആത്തലയ്ക്കുന്നു താളം. വന്യക്കൂപ്പിന്റെ ഭൂമിക്കൊരു ചരമഗീതത്തിൽ പറയുന്നു, ഇഷ്ടവധുവാണ്. സൂര്യന്റെ ഇഷ്ടവധുവാര ഭൂമിയ. ചന്ദ്രനോ നക്ഷത്രങ്ങൾ മറ്റാർക്കെങ്കിലും, ചൊവ്വക്കോ ബുധനോ വ്യാഴത്തിനോ നെപ്റ്റ്യൂണിനോ യുവാനസിനോ ഒന്നും വസ്ത്രം കൊടുത്തിട്ടില്ല. ആകെ ഡ്രസ്സുമായി ഒറ്റ ഭാര്യയും പ്രധാന ഭൂമിയാണ്. ആ ഭൂമിക്ക് ഐശ്വര്യം കൊടുക്കുന്നവനെ സൂര്യ. ഭൂമിയെ വരേണ്യമാക്കുന്നവനെ സൂര്യ. ഇനിയാണ് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കുന്നത്. ഭർഗോ ദേവസ്യ ധീമഹി. ഭർഗസ് ഊർജം, ഊർജത്തിന്റെ ഉറവിടമായ സൂര്യ. ധിയോ ന പ്രചോദയാ. ബുദ്ധി. ബുദ്ധിക്ക് പ്രചോദനമായ വെളിച്ചമായി മാറും സൂര്യ. എന്ന് പറഞ്ഞാൽ പുറത്ത് വെളിച്ചം തരുന്ന സൂര്യ, നീ അകത്ത വെളിച്ചമായി മാറൂ എന്നാണ് സൂര്യകാര്യത്തിൽ നടക്കുന്നത്. പുറത്ത് വെളിച്ചം തരുന്ന സൂര്യ, നീ അകത്ത വെളിച്ചമായി മാറൂ. കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. മറ്റന്നാൾ വരെ പുറത്ത് വെളിച്ചം തരുന്ന ആളെ കൃഷ്ണൻകുട്ടിയെന്നും അകത്ത് വെളിച്ചം തരുന്ന ആളെ ശിവൻകുട്ടിയെന്നും പറയും. മറ്റന്നാൾ വരെ. അത് കഴിഞ്ഞാൽ ആരാണ് നമുക്കറിയില്ല. മറ്റന്നാൾ വരെ പുറത്ത് വെളിച്ചം തരുന്ന ഇലക്ട്രിസിറ്റി മന്ത്രിന്റെ പേര് കൃഷ്ണൻകുട്ടി എന്നല്ലേ? അകത്ത് വെളിച്ചം തരുന്ന വിദ്യാഭ്യാസ മന്ത്രിന്റെ പേര് ശിവൻകുട്ടി എന്നല്ലേ? കിട്ടിയ അതാണ് ആ അകത്ത വെളിച്ചം ആണ് ദർശനം. ഉള്ളിലേക്ക് നോക്കും. ആരണ്യാന്തര ഗഹ്വരോദര തപസ്ഥാനങ്ങളിൽ സൈന്ധവോദാര ശ്യാമ മനോഭിരാമ ഉളിനോപാന്ത പ്രദേശങ്ങളിൽ
ആരന്തർമുഖമി പ്രപഞ്ച പരിണാമോ പിന്നെ സർഗക്രിയാസാരം തേടി അലഞ്ഞു പണ്ട്. ആരായിരുന്നു അന്തർമുഖനായി ഉള്ളിലേക്ക് നോക്കിയിട്ട് ഖനനം ചെയ്തെടുക്കുക? ഇന്ന് പുറത്തു നോക്കാൻ ഇഷ്ടം പോലെ ലൈറ്റും ഡസ്കും ബെഞ്ചും, കുട്ടിക്ക് പഠിക്കാൻ എഴുതാൻ അറ്റത്ത് ബോർഡുകളുള്ള ബോർഡ് പെന്നും എല്ലാ ടൈപ്പിങ്ങും DTP എല്ലാ സംവിധാനം ഉണ്ടായിട്ട് അന്ന് അകത്ത് നോക്കി എഴുതി വെച്ച രാമായണം, മഹാഭാരതം, ഭാഗവതം, ഉപനിഷത്ത്, വേദങ്ങൾ, വേദാന്തങ്ങൾ പോലുള്ള ഒന്ന് ഇപ്പോൾ എഴുതാൻ പറ്റുന്നുണ്ടാ? ഉണ്ടാ? അപ്പൊ പുറത്തെ വിളിച്ചാണോ അകത്തെ വിളിച്ചാണോ ഉണ്ടാകും? ഇപ്പൊ നമുക്ക് ഈ ബൾബ് കത്തുന്നത് പുറത്തെ വിളിച്ച. പക്ഷെ തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന മനുഷ്യന്റെ അകത്ത വെളിച്ചമാണ് ഈ പുറത്തെ വെളിച്ചമായത്, അല്ലേ? ഈ അകത്ത വെളിച്ചമാണ് ദർശനം. ഭാരത തത്വശാസ്ത്രത്തിന്റെ അടിത്തറ ദർശനങ്ങളായി. രാമായണവും മഹാഭാരതവും എഴുതുന്നതിന് മുമ്പുണ്ടായിരുന്നത് ഉപനിഷത്തുകളായി. എന്താണ് വാട്ട് ഈസ് ഉപനിഷത്ത്? ഉപവിഷ്ടരായിട്ട് നിശേഷ സത്യത്തെ പറ്റി ചർച്ച ചെയ്തുണ്ടാക്കിയതാണ് ഉപനിഷത്ത്. നമ്മൾ കാണുന്ന സത്യമൊന്നും ശരിയായ സത്യമല്ല. ഒരു സത്യം യഥാർത്ഥ സത്യമാവുന്നത് എപ്പോഴാണ്? വാദിക്കാൻ ആൽവ അദ്വൈതാശ്രമത്തിൽ നിന്ന് ഗുരു പറഞ്ഞില്ലേ, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. എപ്പോഴാണ് അറിവ് ശരിയാവുന്നത്? എന്റെ ശരിയും നിന്റെ ശരിയും ഒത്തുചേർന്ന് നമ്മുടെ ശരിയുണ്ടാകുമ്പോഴാണ് യഥാർത്ഥ ശരി ഉണ്ടാകുന്നത്. എന്നാൽ ഈ ലോകത്തെ സകല കുഴപ്പങ്ങൾക്കും കലാപങ്ങൾക്കും കാരണം ആറ് ശരിയാണ്. ആറ് ശരി. ആറ് ശരി. ആറ് ശരി. ഒന്ന്, ഞാൻ മാത്രം ശരി. രണ്ട്, എന്റെ ദൈവം മാത്രം ശരി. മൂന്ന്, എന്റെ ജാതി മാത്രം ശരി. നാല്, എന്റെ മതം മാത്രം ശരി. അഞ്ച്, എന്റെ പാർട്ടി മാത്രം ശരി. ആറ്, എന്റെ രാജ്യം മാത്രം ശരി. ഈ ആറ് ശരികൾ കൊണ്ടാണ് മുഴുവൻ തെറ്റുള്ളത്, അല്ലേ? ഇപ്പോൾ ഉണ്ടായ ഭൂമിയിലുള്ള സകല കലാപങ്ങൾക്കും കാരണം ഞാൻ മാത്രം ശരി എന്ന് പറയുന്ന രണ്ട് ഭ്രാന്തന്മാരല്ലേ? ട്രംപ് എന്ന് പറഞ്ഞൊരു ഭ്രാന്തൻ, നെത്യാവെന്ന് പറഞ്ഞൊരു ഭ്രാന്തൻ. ഇവർ ഈ ഭൂമിയിലെ കുടിച്ച വാക്ക് ഞാൻ മാത്രം ശരി. നോബൽ സമ്മാനം എനിക്ക് മാത്രം കിട്ടും, ഞാൻ മാത്രം ശരി. ഈ ശരി ഉണ്ടാക്കിയത് ആരായ നമ്മളാണ്. ഓരോ മനുഷ്യന്റെ ഉള്ളിലും യുദ്ധം ഉണ്ടാക്കിയവൻ നമ്മൾ അച്ഛനമ്മമാരെ അറിയുമോ? നമ്മൾ വീട്ടിൽ നിന്ന് വർത്തമാനം പറയുമ്പോ അതാരാ പോകുന്ന ഗോപാലൻകുട്ടി, മഹാകുട്ടിയൊക്കെ. ആ ബഷീർ ഒന്നിനും കൊള്ളില്ല, പഞ്ചായത്ത് കൊണ്ടുള്ള ചുറ്റിനും കൊള്ളില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് മഹാബദ്ധം, MLA മന്ത്രിമാരെല്ലാം മഹാബദ്ധം, മുഖ്യമന്ത്രി മോശം, പ്രധാനമന്ത്രി മോശം, എല്ലാവരും മോശം. ഒരാളെയും ലോകത്ത് നല്ല അതാരാ? ഞാൻ മാത്രമേ ലോകത്ത് നല്ലതുള്ളൂ എന്ന ചർച്ച കേട്ട് കുട്ടികളുടെ മനോഭാവമാണ് ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാൻ മാത്രം ശരി, നിങ്ങളൊന്നും ശരിയല്ല. അങ്ങനത്തെ നാട്ടുകാർ ഇവിടെ ഉണ്ടോ? പരീക്ഷണം നടത്താം. ഈ പരിപാടികൾ കഴിഞ്ഞ് രാത്രി 7 മണിക്ക് ശേഷം നിങ്ങളൊരു കാറിന്റെ മുന്നിൽ ഇരുന്നിട്ട് യാത്ര ചെയ്യും. എതിരെ വരുന്ന യാത്രികർ, എതിരെ വരുന്ന വാഹനങ്ങൾ എത്രയാൾ പിന്തുണ ഇമ്മങ്ങ് എറണാകുളം സിറ്റിയിൽ പോയിട്ട് വാങ്ങിക്കൊണ്ട് കൊടുക്കേണ്ടല്ലോ. സ്റ്റേറിംഗിന്റെ തൊട്ടിപ്പുറത്ത് ഗീത് കൊടുത്തത് സാധനം ഇങ്ങോട്ടാക്കിയ ഡിമ്മ് ഇങ്ങനെ. എന്നാൽ എന്റെ LED ബൾബിന്റെ പ്രകാശ ധാരയിൽ നിന്റെ കണ്ണ് മഞ്ഞളിച്ച് നീ മതിലിൽ പോയി അടിച്ച് ചത്താലും കുഴിയിൽ പോയി മറഞ്ഞാലും കരുണ്ടടാ ഞാൻ എന്ന് പറയുന്ന ഭീകരന്മാരല്ലേ നമ്മുടെ നാട്ടിൽ കൂടുതൽ. മനസ്സിലായില്ലേ? അതെല്ലാം അറിയാമോക്കെ, യു ആർ നോട്ട് ഓക്കെ സൃഷ്ടിച്ചതാത്. സുഗതകുമാരിയുടെ വഴി ഓർമ്മയുണ്ടോ? പരുക്കനാണീ ലോകം പക്ഷേ ആരാമങ്ങളുമുണ്ടിവിടെ. എല്ലാത്തിന്റെയും മോശം പറയലല്ല, നന്മയും പറഞ്ഞു കൊടുക്കണ്ടേ? ലോകത്ര മോശമാണോ? അല്ല, ലോകത്ത് ഒരുപാട് നന്മയുണ്ട്. ആ നന്മകൾ പറഞ്ഞു കൊടുക്കണ്ടേ? പറഞ്ഞു കൊടുക്കണം. നമ്മൾ പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ട് കുട്ടികൾ തിന്മ മാത്രം നോക്കി നടക്കുന്ന ദോഷൈക ദൃക്കുകളാവുന്നു. ദോഷൈക ദൃക്കുകളാവുന്നു. അതാണ് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ കാണാൻ നേരമില്ല, മരിച്ചുപോയ കോഴിയെ കാണാൻ മാത്രമാണ് ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ യുവാക്കൾ. നമുക്ക് ജീവിച്ചിരിക്കുമ്പോ പല പേരുണ്ടെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഒരു പേരേ ഉള്ളൂ, ശവം. എന്നാൽ കോഴിക്ക് ജീവിച്ചിരിക്കുമ്പോ ഒരു പേരേ ഉള്ളൂ, കോഴി. മരിച്ചു കഴിഞ്ഞാൽ 28 പേരാ. ചിക്കൻ കബാബ്, ചിക്കൻ കടായി, പെപ്പർ ചിക്കൻ, ചിക്കൻ 65, ചിക്കൻ പാർമരിച്ച്, ചിക്കൻ ചില്ലി, ഇതിന് പേര് നടക്കൈ വാങ്ങുന്നത് അല്ലേ? ഒരു വായനശാലയിൽ പോകില്ല.
ഒരു സെമിനാറും പോവില്ല. എവിടെയുണ്ട് മരണാനന്തര ബഹുനാമധാരികളെ തേടി ഓടുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളാണ് ഈ ഞാൻ മാത്രം ശരിയുണ്ടാകും. അപ്പൊ ഈ ഞാൻ മാത്രം ശരിയിൽ നിന്ന് മാറിയിട്ട് യഥാർത്ഥ സത്യമേത, നിശേഷ സത്യം. അപ്പോ സൂര്യൻ കിഴക്ക് നിന്ന് ഉദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. സത്യമല്ല, സൂര്യൻ ഉദിക്കുന്നില്ല, ആപേക്ഷിക സത്യം. ഞാനിപ്പോ എക്സിക്യൂട്ടീവ് ട്രെയിനിൽ വരുമ്പോ നല്ല ചൂടാ, രാവിലത്തെ വീതി 9 മണിയുടെ വീതി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തി, വൈകുന്നേരം നിർത്തിയിട്ട് വണ്ടി പോകില്ല. നോക്കുമ്പോ അവർക്ക് ഇടയും വഴിയും തീർന്നാലേ വണ്ടി കൊണ്ടുവന്നാണ് പ്ലാറ്റ്ഫോം. വണ്ടിയൊന്ന് വിട്ടെങ്കിൽ ഒരു കാറ്റ് കിട്ടുക ആശ്വാസമല്ലേ? പ്രതീക്ഷിച്ച് നിൽക്കുമ്പോ വണ്ടി കിട്ടുമോ? ആശ്വാസം. വണ്ടി വിട്ടല്ലോ, പക്ഷെ കാറ്റ് വരുന്നില്ല. എന്നാലും പാലപ്പുഴ കടക്കുമ്പോ പാലത്തിന്റെ മേലെത്തുമ്പോൾ നല്ല കാറ്റ് കിട്ടുമെന്ന പ്രതീക്ഷയിൽ നോക്കി വണ്ടി സ്പീഡായി കുറെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് തൊട്ടാപ്പുറത്ത വണ്ടി പുറകോട്ട് പോയതാ. നമ്മുടെ വണ്ടി നമുക്ക് തോന്നിയതാണ് നമ്മളാ പോയത്. മനസ്സിലായോ? ഇതാണ് ആപേക്ഷിക സത്യം. ആപേക്ഷിക സത്യങ്ങളുണ്ട്, അർത്ഥസത്യങ്ങളുണ്ട്, അപൂർണ സത്യങ്ങളുണ്ട്. എന്നാൽ പൂർണ്ണമായൊരു സത്യമുണ്ട്, അത് നിശേഷ സത്യമാണ്. അല്പം പോലും കളങ്കമോ അസത്യമോ ബാക്കിയില്ലാത്ത നിശേഷ സത്യം. ആ സത്യത്തെ കണ്ടെത്താൻ വേണ്ടി ഉപവിഷ്ടരായി ചർച്ച ചെയ്തതാണ് ഉപനിഷത്ത്. ഒരുപാട് സത്യങ്ങൾ ഉണ്ടായിരുന്നു, കാര്യമില്ല. ആകാശത്ത് 1,00,000 നക്ഷത്രങ്ങൾ യാത്ര ഉണ്ടായിട്ടുണ്ടോ? വിളിച്ചു കിട്ടാ LED CFL ബൾബുകളുടെ നക്ഷത്രം 1,00,000 ഉണ്ടായിട്ടുണ്ടായി. എന്നാ പകലോ? പകല് ഒറ്റ നക്ഷത്രത്തിലേ കാണുള്ളൂ. ഇഷ്ടം പോലെ വലിച്ചു കിട്ടുന്നില്ലേ? എണ്ണം കൂടുതലാണോ പ്രധാനം? കാരണം പകലുള്ള നക്ഷത്രം സത്യത്തോട് നമ്മൾ അടുത്താണ്. രാത്രി കാണുന്ന നക്ഷത്രങ്ങൾ എന്ന സത്യത്തിൽ നമ്മൾ അകലെയാണ്. കേട്ടിട്ടുണ്ടോ? പ്രപഞ്ചം മുഴുവൻ വെളിച്ചം നൽകാൻ പകലിനൊന്നേ വിളക്കുള്ളൂ. 1,00,000 നക്ഷത്ര ദീപങ്ങൾ കൊളുത്തി സ്വപ്നം കാണുന്നു രാത്രി. വെളിച്ചം സ്വപ്നം കാണുന്നു രാത്രി. അദ്വൈതം ജനിച്ച നാട്ടിൽ, ആദിശങ്കരൻ ജനിച്ച നാട്ടിൽ, 1000 ജാതികൾ, 1000 മതങ്ങൾ, 1000 ദൈവങ്ങൾ. എന്താണ് മാർഗം? യഥാർത്ഥത്തിൽ ഉള്ള മാർഗം നിത്യസ്നേഹം തെളിക്കുന്ന വീതി, സത്യാന്വേഷണ വീതി, യുഗങ്ങൾ രക്തം ചിന്തിയ വീതി. സത്യാന്വേഷണമാണ് ഭാരതത്തിലെ ആദ്യത്തെ ദർശനം. സത്യത്തെ അന്വേഷിക്കുക. സ്വർഗവാദി പക്ഷി ചോദിച്ചു ഭൂമിയിൽ, സത്യത്തിന് എത്ര വയസ്സായി? സത്യമന്വേഷിക്കും. അസതിൽ നിന്ന് സത്യത്തിലേക്കുള്ള യാത്രയാണ് പ്രധാനം. അസതി കാണുന്നതൊന്നും സത്തല്ല. ഈ പരിപാടിക്ക് വരുമ്പോ കുളിക്കാതെ വന്നാലുമില്ലല്ലോ. കുളിച്ചു കഴിഞ്ഞിട്ട് നിങ്ങള് മുടി ചെയ്യാനോ പൗഡർ ഇടാനോ പൊട്ട് തൊടാനോ കൺമഷി ഇടാനോ പുരിക പൊരിക്കാനോ വരച്ചുണ്ടാക്കാനോ ഒക്കെ അല്പനേരം കണ്ണാടിയിൽ ഒരു 1.5 തേങ്ങയുടെ വെളുപ്പുള്ള ഒരു സാധനം കണ്ടില്ലേ? നിങ്ങളുടെ തല കണ്ടില്ല? ഈ തല കണ്ടല്ലോ, നിങ്ങളുടെ തല കണ്ണാടി കണ്ടല്ലോ. ഈ തല 100 കൊല്ലം കഴിഞ്ഞ എവിടെ ഉണ്ടാവും? 100 കൊല്ലം കഴിഞ്ഞ ഈ തല ആർക്കും ഉറപ്പ് പറയാൻ പറ്റുമോ? തിലകം ചാത്തി ചിരിയുമഴകായി പല നാൾ പോറ്റിയ പുണ്യശിരസേ, ഉലകം വെല്ലാനുടറിയ നീയോ വില പിടിയാതൊരു തലയോടായി മാറൂലേ? അപ്പോ അസത്താണ് ഈ തല. മനസ്സിലായോ? ഈ ഉള്ളിലൊരു സത്തുണ്ട്. ആ സത്തങ്ങ് പോയാൽ ഇത് അസത്ത. അത് തമിഴന്മാർക്കറിയാം, മലയാളിക്കറിയില്ല. അതുകൊണ്ട് ആ തമിഴന്മാർ ഒരാൾ മരിച്ചാൽ എന്താ പറയാ? സത്ത് പോയാറ്റ്. കണ്ടോളേ, സത്ത് പോയാറ്റ്. നമ്മളത്
ചത്തുപോയി നാക്കിയതാണ് അപ്പം മനസ്സിലാവാനായ മനസ്സിലായോ? സത്തുപോയി. ആ അസത്തിൽ നിന്ന് സത്തിലേക്കുള്ള യാത്രയാണ് മനുഷ്യന്റെ യാത്ര. നിങ്ങൾ എന്തിനാ ജീവിച്ച? കുറെ തിന്ന കിടന്നുറങ്ങ, മക്കളെ ശ്രദ്ധിക്കുക. അതിനിഷ്ടം പോലെ പന്നീരെന്ന് വെച്ചുകൂട്ടാൻ തിന്നാൻ എന്തല്ല മൃഗങ്ങളുടെ ഈ ഭൂമിയിൽ. എന്തിനു പിന്നെ മനുഷ്യനായി? ശരീരം കൊണ്ട് നമ്മൾ മൃഗങ്ങളെക്കാൾ വൃത്തികെട്ടവന്മാരാ. തെളിവാണ്. ഇത് വഴി ആര് പോയാലും ഒരു ആന പോയാലും തോന്നില്ല. അതുകൊണ്ടാ ആനയുടെ മുൻഭാഗം രസമുണ്ട്, സൈഡിന് രസമുണ്ട്, പിൻഭാഗം രസം. ഒരു മരകത്തി പക്ഷിയാവട്ടെ, ഒരു പൊന്മാനാവട്ടെ, ഒരു മീൻകടത്തി പക്ഷിയാവട്ടെ, ഒരു മയിലാവട്ടെ, കുയിലാവട്ടെ, ഒരു കടുവയാവട്ടെ, പുലിയാവട്ടെ, മുന്നും പിന്നും സൈഡിലും എല്ലാ സുന്ദരവും സുന്ദരിയാ. എന്നാ മനുഷ്യ മുൻഭാഗം മാത്രമേ സൗന്ദര്യമുള്ളൂ. പിൻഭാഗം ഒരു രസമില്ല. ആരും പിൻഭാഗം പിൻഭാഗം എടുക്കൂ. അതും എങ്ങനെ? മൃഗങ്ങളൊന്നും കുളിക്കുന്നില്ല, പല്ല് തേക്കുന്നില്ല, പൗഡർ ഇടുന്നില്ല, പൊട്ട് തൊടുന്നില്ല, ഡ്രസ്സ് ധരിക്കുന്നില്ല. എന്നിട്ടും അതൊക്കെ സൗന്ദര്യത്തിൽ ഒരു കുറവില്ല. നമ്മളൊരു 6 മാസമായിട്ട് കുളിക്കാണ്ട്, പല്ല് തേക്കാണ്ട്, ഷെയ്യാണ്ട്, മീശ കുളിക്കാണ്ട്, ഒന്നും ഉടുക്കാണ്ട് അവിടെ വന്നിരിക്കുന്നെങ്കിൽ എത്ര വൃത്തികേടായിരിക്കും. ഇവിടെ ഇരിക്കുന്ന ഈ സദസ് ഒരൊറ്റ അവർക്ക് വൃത്തിയില്ലാതെ നമ്മൾ പത്രം ധരിക്കുന്നത് കൊണ്ട് ഇതൊക്കെ ഇങ്ങനെ മുൻകി എടുക്കുന്നത് കൊണ്ടാ സൗന്ദര്യം. അപ്പൊ നമ്മുടെ ശരീരം മൃഗങ്ങളെക്കാൾ സുന്ദരമല്ലാന്ന് മനസ്സിലായി. ശരീരത്തിന്റെ സൗന്ദര്യമല്ല, നമ്മുടെ ആന്തരിക സൗന്ദര്യമാണ് മനുഷ്യന്റെ മഹത്വം. ആ ആന്തരിക സൗന്ദര്യത്തെ വളർത്താനാണ് മനുഷ്യൻ ജനിച്ചത്. അത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് മനുഷ്യൻ ജനിച്ചത്. അവിടെയാണ് സത്യാന്വേഷണം. സത്യാന്വേഷണം. രണ്ടാമത്തത് നന്മ. ശിവം ഭവതി. എന്താ ശിവം ഭവതി? ശിവൻ ഭവിക്കട്ടെ എന്നല്ല, ശിവം ഭവതി. നന്മ, ധാർമ്മികത. ധാർമ്മികതയാണ് രണ്ടാമത്തത്. സ്നേഹം, ദയ, കാരുണ്യം. അല്ലേ? മനുഷ്യന്റെയും മൃഗങ്ങളുടെയും അവയവങ്ങൾ തമ്മിൽ എന്താണ് വ്യത്യാസം? മൃഗങ്ങൾക്കും കണ്ണ് 2, വെള്ള നിറപ്പിന്റെ നടുക്ക് കൃഷ്ണമണിയല്ലേ മൃഗങ്ങൾ. നമ്മളെ കണ്ണിനേക്കാൾ സുന്ദരമല്ലേ മാനിന്റെ കണ്ണ്? മാൻമിഴി. അതാ വിളിക്കുന്നത് മാൻമിഴി. ഇടമാൻമിഴി, പുള്ളി മാൻമിഴി, കല്ലിപ്പെണ്ണിനെ കണ്ട നേരത്ത്. അല്ലേ? സുന്ദരിമാൻ. കണ്ണതുപോലെയാ. കണ്ണ് താഴെ എല്ലാ മൃഗങ്ങൾക്കും മൂക്ക്. അല്ലേ? മൂക്കിന് താഴെ എല്ലാവർക്കും അതുപോലെയാ. പിന്നെ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. എല്ലാം കണക്കാ, എല്ലാം കണക്കാ. പക്ഷേ ആ കണ്ണും മനുഷ്യന്റെ കണ്ണും മൃഗങ്ങളുടെ കണ്ണും വ്യത്യാസപ്പെടുന്നത് കാരുണ്യമാർമീടിന ദൃഷ്ടി. ഉള്ളൂര് പറയാം, മനുഷ്യന്റെ കണ്ണുകൊണ്ട് മാത്രമേ കരുണയോടെ നോക്കാൻ പറ്റൂ. ആർത്തസ്വരം കേട്ടൊരു കാത്, ക്ഷീണിതന്റെ കരച്ചിൽ കേൾക്കാൻ മനുഷ്യരെ കഴിയൂ. സാധുക്കളെത്താങ്ങിന ബാഹുബാഹു. ചോറ് വാരി ഉരുട്ടി അടിക്കാൻ വല്ല അവിടെ കൈ കഴിയാവുന്നു. സാധുക്കളെ സഹായിക്കുന്ന കഴിയാതെ അച്ചാറും ചിക്കനും മട്ടനും കറിയുടെ ടേസ്റ്റ് അനുഭവിക്കുമ്പോഴല്ല നമ്മുടെ നാവാവുന്നത്. മനുഷ്യരുടെ നാവിന്റെ പ്രത്യേകത സാന്ത്വന വചനങ്ങൾ പറയുന്ന നാവാണ് മനുഷ്യരുടെ നാവ്. ഇതാണ് ധാർമ്മികത. ശിവം എന്ന് പറയുന്നത് നന്മ ചെയ്യുക, സ്നേഹിക്കുക. ഈശാവാസ്യ ഉപനിഷത്തിന് ഏറ്റവും മനോഹരമായ ഭാഷ്യം ജപിച്ച് ചമച്ചത് ഗുരുദേവനാണ്. ഈശാവാസ്യ ഉപനിഷത്ത് ആ ദർശനമാണ് ഗുരുദേവൻ. അഗ്നിർദേവോ ദ്വിജാതീനാം മുനീനാം ഹൃദിദൈവതം പ്രതിമാം അപ്രബോധീനാം സർവത്ര സമദർശിനാം. ദ്വിജന്മാർക്ക്, ബ്രാഹ്മണന്മാർക്ക് അഗ്നിയിലാ ദൈവം. അവര് വിഗ്രഹത്തിൽ പൂജിക്കുന്നത് നമുക്ക് വേണ്ടിയാ, കൂലിപ്പൊഴി. അവര് അഗ്നിയിൽ, അവരുടെ ദൈവം അഗ്നിയിലാണ്, ഹോമങ്ങളാണ്, യജ്ഞങ്ങളാണ് അവരുടെ യജ്ഞ സംസ്കാരം. മുനീനാം ഹൃദി ദൈവതം. മുനിമാർക്ക് ഹൃദയത്തിലെ ദൈവം. അവരമ്പലത്തിലൊന്നും പോകില്ല. മുനിമാർക്ക് ഹൃദയത്തിലാണ് ദൈവം. പ്രതിമാം അപ്രബോധീനാം. അപ്രബോധികൾ, പണ്ഡിതന്മാരല്ലാത്ത നമ്മളെപ്പോലത്തെ ആളുകൾക്ക് പ്രതിമയിലാണ് ദൈവം. മനസ്സിലായോ? പ്രതിമയിലാണ് ദൈവം.
എന്ന സർവത്ര സമദർശിന, സമദർശികൾക്ക് എല്ലായിടത്തും ദൈവമാണ്. മണ്ണിലും വിണ്ണിലും ഭൂമിയിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു. അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരടിയിരിക്കുന്നു എന്ന് പറയുന്നത് ഈശാവാസ്യത്താണ്. അതില് ഈശാവാസ്യം ഇതം സർവം എന്ന ശ്ലോകത്തിന്റെ 4ാമത്തെ വരിയിൽ തേന തെത്തേന ഉജ്ജീത, നിന്നാൽ തിരിച്ചുകൊണ്ട് ഉദിക്കുക, കൊടുത്തിട്ട് ഉണ്ണുക. ഇത് തന്നെയാണ് ഭഗവത്ഗീതയും പറയുന്നത്. എന്താണ്? യജ്ഞശിഷ്ടാശിന സന്തോ മുച്യന്തേ സർവകിൽവിഷേ ഭുജ്യതേ ത്വകം പാപ യേ പചന്ത്യാത്മകാരണാത്. യജ്ഞശിഷ്ടം കൊടുത്തതിന്റെ ബാക്കിയുണ്ണുന്നവൻ മുച്യന്തേ സർവകിൽവിഷേ എല്ലാ പാപത്തെയും ഇല്ലാതാക്കുന്നു. ഭുജ്യതേ ത്വകം പാപ യേ പചന്ത്യാത്മകാരണാത്, അവനവന്റെ കലത്തിൽ അവനവന് വേണ്ടി മാത്രം ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുന്നവൻ ഉണ്ണുന്നത് മഹാപാപത്തെയാണ്. മനുഷ്യർ അവരുടെ മൂല്യങ്ങൾ എണ്ണുന്നത് എത്ര എടുത്തു എന്ന് നോക്കിയിട്ടല്ല, എത്ര കൊടുത്തു നോക്കിയിട്ടാണ്. നിങ്ങളൊരാൾ മരണപ്പെട്ടിട്ട് അയാളുടെ അനുശോചന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസംഗിക്കുക, ഈ മനുഷ്യർ 75 വയസ്സിനിടയിൽ ഇതാ 125 കിൻഡൽ അരിന്റെ ചോറുന്ന ആളാണ് ഇത് എന്ന് ആരും പ്രസംഗിക്കുന്നത്. ഒരു മലയാളി 75 വയസ്സിനിടയിൽ 125 കിൻഡൽ അരി തിന്നു. 125 കിലോ അല്ലേ, 125 കിൻഡൽ. 50 കിലോന്റെ ചാക്കാണെങ്കിൽ 250 ചാക്ക് തിന്നിട്ട് ഒരു 10-20 ആൾ കിട്ടും. ഈ തിന്നതിന്റെ കണക്ക് ഒരാളും എവിടെയും എണ്ണുന്നില്ല, ആരും കണക്ക് കൂട്ടുന്നില്ല. നീ എത്ര തിന്നുവെന്ന്, നീ എത്ര നല്ല പത്രം പാടിയെന്ന്, നീ എത്ര കൊട്ടാരം പോലത്തെ വീടെടുത്തുവെന്ന്. നമ്മുടെ കുട്ടികളുടെ ബുദ്ധിയെല്ലാം എന്തിനാ? നന്നായി പഠിക്കുന്നത് A+ ആണ്. എന്നിട്ട് എൻട്രൻസ് കോച്ചിങ് ചെയ്തു, എന്നിട്ട് റാങ്ക് ലിസ്റ്റ് പേര് വരുന്നു, എന്നിട്ട് പ്രൊഫഷണൽ കോഴ്സ് ചെയ്തു, പ്ലേസ്മെന്റ് കിട്ടി, ജോലി കിട്ടുന്നു, ജോലി കിട്ടിയിട്ടോ ശമ്പളം വാങ്ങുന്നു, ശമ്പളം വാങ്ങിയിട്ടോ കൊട്ടാരം പോലത്തെ വീടെടുക്കുന്നു, വീടെടുത്തിട്ടോ അതിന് ആനക്ക് പോലും കടക്കാൻ പറ്റാത്ത ആന മതിൽ കിട്ടുന്നു, എന്നിട്ടോ റിമോട്ട് കൺട്രോളിന്റെ ഗേറ്റ് പിടിപ്പിക്കുന്നു. ഒരാൾ വന്നാൽ തുറന്നു കൊടുക്കാൻ അകത്തു നിന്ന് ആ ഗേറ്റ് വരെ നടക്കാൻ കാലില്ലാത്ത ഭിന്നശേഷിക്കാരാണ് റിമോട്ട് കൺട്രോൾ ഗേറ്റ് പിടിപ്പിച്ച വീട്ടിലെ മുഴുവനാക്കും ഭീകരാക്ക പെൻഷൻ കൊടുക്കുന്നു. കാലില്ലെന്നേ ഒന്നിവിടെ വന്ന് തുറന്നു കൊടുക്കാൻ ഇവര് കാലില്ല. എന്നിട്ട് ഒരുപാട് ചെടിവാണി പിടിപ്പിക്കുന്നുണ്ട് എല്ലാ വീട്ടിലും. ഗംഭീര ചെടിയാണ്. എന്താ ചെടി ആര് കാണാനാ? നാട്ടുകാരെ കാണാൻ വിടുവോ? മതിൽ കെട്ടി മറിച്ചിട്ടുണ്ട്. വീട്ടുകാർ കാണോ? വാതിൽ ഓർക്കും. ഒരു വീടിന്റെ വാതിൽ ഓർക്കില്ല, നടച്ചകത്തിരിക്കല്ലോ. ഇനി എന്തിനാ ഈ ചെടി? എപ്പോ സെൽഫി എടുക്കാൻ? എന്നിട്ട് മനുഷ്യന് വിശ്വാസമില്ലാത്തത് ഒരു പട്ടീനെ വാങ്ങിക്കൊടുത്തു. എന്നിട്ട് രാത്രി ഒരു 9:30-10 മണിക്ക് ഗേറ്റ് തുറക്കും. എന്നിട്ട് അപ്പുറത്തെ വീട്ടിലെ വലിയമ്മ കസുഖമാണ്, സുഹൃത്തും അന്വേഷിക്കാനില്ല. ഇപ്പുറത്തെ വീട്ടിലെ പയ്യന് വിവാഹം അന്വേഷിച്ച് സെറ്റായോ എന്ന് അന്വേഷിക്കാനില്ല. അതിന്റെ അപ്പുറത്തെ വീട്ടിലെ പയ്യൻ ഏത് കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയെന്ന് അന്വേഷിക്കാനൊന്നും ഗേറ്റ് തുറക്കില്ല. ഗേറ്റ് തുറക്കുന്നത് ഈ പട്ടിയെ തുറന്നുണ്ടാക്കാൻ മാത്രം ഗേറ്റ് തുറക്കുന്ന കുറെ കഴുതകളെ ശ്രദ്ധിക്കാനാണ്. ഇതൊന്നും ഗേറ്റ് തുറക്കില്ല. ഇതല്ല മനുഷ്യർ. മനുഷ്യരെന്ന് പറയുന്നത് പങ്കുവെക്കണം. എന്ത് പങ്കുവെക്കേണ്ടത്? 1 ഭക്ഷണം, 2 ധനം, 3 അറിവ്, 4 വികാരങ്ങൾ. വികാരങ്ങൾ സങ്കടം പങ്കുവെക്കുമ്പോൾ കുറയും, സന്തോഷം പങ്കുവെക്കുമ്പോൾ മനസ്സിലാവും. സങ്കടം പങ്കുവെച്ചാൽ കുറയും, സന്തോഷം പങ്കുവെച്ചാൽ കുറയും. ഇത് പങ്കുവെക്കാനാണ് മനുഷ്യൻ. ഈ പങ്കുവെക്കലിലാണ് ധാർമ്മികത, ശിവം ഉണ്ടാവുന്നത്. അപ്പൊ സത്യം അന്വേഷിക്കുക, ശിവം ചെയ്യുക. 3ാമത്തത് സൗന്ദര്യം. ഞാൻ ലോകത്തിലുള്ള പല ക്ലാസിക് കൃതികളും പഠിച്ചു. പക്ഷേ ഈ കൃതികളിൽ നിന്നല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അലങ്കാരം ഒരു മലയാളി കൃതിയാണ്. ആ അലങ്കാരത്തിന്റെ സാധ്യതകളൊക്കെ, ആ അലങ്കാരം എഴുതിയെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ആ അലങ്കാരം ഞാൻ പറയുമ്പോൾ നാവികൻ നീ ഭവാദിക്കൊരാവിവൻ തോണി നിൻപദം. ഇതിലും
നല്ലൊരു അലങ്കാരം ഞാൻ ലോകത്തൊരു സാഹിത്യത്തിൽ എന്റെ പ്രത്യേകത. ആവിവൻ തോണി പായക്കപ്പല, കാറ്റിനനുസരിച്ച് നീങ്ങുന്ന പായക്കപ്പല്. ഈ പായക്കപ്പലിന്റെ പ്രത്യേകത അത് നയിക്കുന്ന കപ്പിത്താൻ എല്ലാവരെയും കൊണ്ടുപോകും. നമ്മളിങ്ങനെ ഇരുന്നാ മതി എന്നതല്ല പായക്കപ്പലിൽ സഞ്ചരിക്കുന്നവരുടെ ജോലി. കാറ്റിന്റെ ഗതി മാറുമ്പോ പായ മാറ്റി കെട്ടുന്ന ഉത്തരവാദിത്വം യാത്രക്കാർക്കുണ്ട്. ദൈവമേ എല്ലാം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, നീ എല്ലാം തരണം, നീ എല്ലാം ചെയ്യണം, എല്ലാം ദൈവത്തിലേക്ക്. നീ എന്തിനാണോ നിനക്ക് ബുദ്ധി തന്നത്, നിനക്ക് കൈ തന്നത്, കാല് തന്നത്? നിനക്ക് ബുദ്ധി തന്നിട്ട് ആ തലച്ചോറ് ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും ഉറപ്പുള്ള എല്ലുകൊണ്ട് പൊതിഞ്ഞു വെച്ചില്ലേ? നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാണെന്ന് അതൊന്നും മനസ്സിലാവില്ലേ? തലയോട്ടിയാണ്. തലയോട്ടിയാണ് ഏറ്റവും ഉറപ്പുള്ള എല്ല്. അതുകൊണ്ട് പൊതിഞ്ഞു വെച്ച തലച്ചോറ് പ്രധാനം. ഏറ്റവും അപ്രധാനമായ അവയവം ഏതാ മനുഷ്യനും? എല്ലുകൊണ്ട് പൊതിയാത്ത ഒരു ഇറച്ചി മാത്രമാക്കിയിരിക്കുന്ന വയറ്. ഇതിലെ ചോറോ പ്രധാനം നോക്കിയിട്ടാണ് മനുഷ്യനാണോ തീരുമാനിക്കുക. മനസ്സിലായോ? ഇതിലെ ചോറാണോ പ്രധാനം? ഭാഗവത സപ്താഹം നടക്കുമ്പോൾ മനസ്സിലാവും ഏത് ചോറാ പ്രധാനം. രാവിലെ 6:30-7 മണി മുതൽ ഒരാളാണ് വായിക്കുന്നുണ്ടാവും ഇതിലെ ചോറ് കൊടുക്കാൻ. ഒരു 10-50 ആള് ഒരു പണിയില്ലാത്ത ആളെ മുന്നിൽ എന്നാൽ ഒറ്റ 1 മണിയാകുമ്പോഴേക്ക് ക്യൂ ഉണ്ടാവും. കണ്ടില്ലേ? ഈ ചോറ് വളർന്നപ്പോഴേ കാണുന്നു. അതാണോ മനുഷ്യൻ? ആ തലയോട്ടി തന്നു. ആ തലയോട്ടിക്ക് താഴെ ഈ ലോകത്തെ കാണാനുള്ള കണ്ണ് തന്നു. ആ കണ്ണ് എല്ലുകൊണ്ടുണ്ടാക്കിയിരുന്നുവെങ്കിൽ ഒരു പ്രകാശം ഉള്ളിൽ കടക്കില്ല. അത്രയും നേർത്ത സ്ഥലങ്ങൾ കൊണ്ടാണ് നമ്മുടെ കൃഷ്ണനുണ്ടാക്കിയിരിക്കുന്നത്. അത്രയും കാരണം പ്രകാശം ഉള്ളിലേക്ക് കടക്കാൻ സുതാര്യമാണട്ടെ. ആ കൃഷ്ണമണിയിൽ ഒരു പൊടി തട്ടിയാൽ പോലും ഉള്ളിലേക്ക്. അതുകൊണ്ടാണ് നെറ്റിയുടെ എല്ല് ഉയർത്തി, കവിളല്ല ഉയർത്തി, അതിന്റെ നടുക്ക് കുഴി കൊണ്ടുവച്ച് തന്നില്ലേ? എന്തൊരു ഔചിത്യമാണ്! എന്തുകൊണ്ട് അടിച്ച കണ്ണ് തട്ടരുത്, എല്ലിനെ പിടിക്കാവൂ. എന്നിട്ടും അതിൽ എന്തെങ്കിലും കൂടി നേരെ വന്ന് വീഴുന്നുണ്ടെങ്കിൽ ലോകത്തിലെ ആദ്യത്തെ ഓട്ടോമാറ്റിക് ഷട്ടർ കൺപോലെയല്ലേ? കൈയോട് തടയാൻ കാത്തുകണ്ട കണ്ണും കരിയെ പൊട്ടു. ആ കണ്ണിലേക്ക് മേലെ നിന്ന് പൊടി വീഴാതിരിക്കാൻ വേണ്ടി 2 കണ്ണിന്റെയും മേലെ സൺഷെയ്ഡായിട്ട് പുല്ല് വെച്ച് പിടിച്ചു തന്നില്ലേ? അതാ കുഴികൾ. പെൺകുട്ടികളോട് പറയണം അത് പൊടി താഴോട്ട് വീഴാതിരിക്കാനാ, പൊരിച്ചു മാറ്റിക്ക് വരച്ചുണ്ടാക്കാനുണ്ട് അല്ലാന്ന്. മനസ്സിലായോ? ആ കണ്ണിലഥവാ പൊടി വീണിട്ടുണ്ടെങ്കിൽ ആ പൊടിയെ കഴുകാനായിട്ട് പൈപ്പിൻ ചുവട്ടിലോ കിണറ്റിൻ കരയിലോ പോകണ്ട. ഓട്ടോമാറ്റിക്കായി കണ്ണീര് വീഴ്ത്തിയിട്ട് ആ പൊടിയെ ഒഴുക്കി തരുന്നില്ലേ? ആ കണ്ണിന് താഴെ മൂക്ക് വെച്ച് പിടിപ്പിച്ചു തന്ന് വായക്ക് തൊട്ട് പേരിയാ. എന്തിനാ തിന്നുന്ന ഭക്ഷണം പെട്ടതാണെന്ന് അറിയണം. വീട് എത്തുമ്പോൾ മണക്കട്ടെ. നമ്മുടെ സൃഷ്ടിയിൽ മൂക്ക് പിന്നിലാണ്. ആരോടാ സങ്കടം? ചോറ് വാരിട്ട് ഇവിടെ മണപ്പിച്ചിട്ട് തിന്നിട്ട് തന്നെ എന്തൊരു ഔചിത്യത്തിലാണ് ഇവിടെ തന്നെ മൂക്ക് പിടിപ്പിച്ച അല്ലേ? ഇതൊക്കെ നമുക്ക് തന്നിട്ട് പിന്നീട് ദൈവത്തിന്റെ അടുത്ത് പോയിട്ട് ദൈവമേ നീ ആക്കണം, നീ എന്റെ മോനെ എത്രയും കൊണ്ടന്വേഷിക്കണം. അയ്യോ ദൈവം മാറ്റി. ഇതൊന്നും ചെയ്യാതെ ഇതെല്ലാം ദൈവത്തിന്റെ പറയാ പോകുന്ന പായക്കപ്പലിയിലെ യാത്രക്കാരെങ്ങനെയാണ്? തന്റെ ലക്ഷ്യബോധത്തിൽ മുന്നിൽ നിൽക്കുന്ന കപ്പിത്താന്റെ കൂടെ താനും ജോലി ചെയ്യണം. അതാണ് ജോലി പറഞ്ഞത്. ഭവാബ്ദിക്കൊരാവിവൻ തോണി പദം. നീ ആവിക്കപ്പലിലെ പായക്കപ്പലിലെ കപ്പിത്താനാണ്. ഞങ്ങളതിൽ പായ വലിച്ചു മാറ്റി കെട്ടുന്ന എത്ര മനോഹരമായ ദർശനമാണ് അതിലുള്ളത്. അതാണ്. അപ്പോ എല്ലാം ദൈവത്തെ ആലോചിക്കും വിടുകയല്ല. താൻ ചെയ്യുന്ന കാര്യം താൻ ചെയ്യണം. അല്ലേ? വേദാന്തം പ്രസംഗിക്കണം, ബോധമുണ്ട് ചെയ്യണം. ഇനി നമുക്ക് അമ്പലങ്ങളല്ല വ്യവസായ സ്ഥാപനങ്ങളാണ്. കാരണം ആകാശത്തിലെ കുരുവികൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അളന്നളന്ന് കൂട്ടുന്നില്ല. ഉണ്ടാക്കിയിരുന്നവരെ മനുഷ്യൻ. കുട്ടികളോട് പറയണം ഇതിന്റെ അകത്ത് www.com MD നടിച്ചാൽ മസാല ദോശ ഡൗൺലോഡ് ആവില്ല. എന്നാലും നടിച്ച നെയ്റോസ്റ്റ് കിട്ടില്ല. പണിയെടുത്താൽ നിന്നാ പറ്റുള്ളൂ. രവീന്ദ്രനാഥ ടാഗോറും ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും ഭാരതത്തിലെ ദാർശനിക ത്രയങ്ങളാണ്. ദാർശനിക ത്രികോണമാണ്. ത്രികോണം. ഒരാൾ ഗുജറാത്ത്, ഒരാൾ കൊൽക്കത്ത, ഒരാൾ കേരളം. ത്രികോണം. ഇവർ പരസ്പരം സ്വാധീനിച്ചവർ. ആ സ്വാധീനം
ശ്രീനാരായണ ഗുരുവിൽ ടാഗോറിന്റെ സ്വാധീനമാണ്. ഇനി നമുക്ക് ദേവാലയങ്ങളല്ല, വിദ്യാലയങ്ങളും വ്യവസായ സ്ഥാപനങ്ങളുമാണ് വേണ്ടതെന്ന് ഗുരു പറഞ്ഞില്ലേ? കാരണം എന്താ? ഭജനം പൂജനമാരാധനയും സാധനയും ഹേ നിർത്തുക സാധോ. രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിയിലെ വരിയാണിത്. ഹേ സന്യാസി, ഭജനയും പൂജയും ആരാധനയും ഇപ്പൊ തൽക്കാലം അവിടെ നിർത്തും. നിജദേവാലയ മൂലയിൽ എന്തിരിക്കുന്നു നീ യുദ്ധ കവാടം? വാതിലടച്ചിട്ട് ദേവാലയത്തിലെ മൂലയിൽ എന്തിനാണ് നീ ഇരിക്കുന്നത്? നിവൃതമിരുപ്പിൽ നിഗൂഢമിരുന്ന് നീ ധ്യാനിക്കും ദൈവതമവിടെ നിലകൊള്ളീര. നിശബ്ദമായി ഇരുട്ടത്തിരുന്ന് നീ ധ്യാനിക്കുന്ന ദൈവം അവിടെയില്ല. ഇത് ഞാൻ പറയുന്നതല്ല, ടാഗോർ പറയാം. നിമീലിതലോചനം ഒന്ന് തുറക്കൂ, നന്നായി നോക്കൂ. കൂട്ടിയ കണ്ണ് തുറന്നിട്ട് നന്നായിട്ട് നോക്കൂ. എവിടെയാ ദൈവം? കരിനില മുഴുവൻ കർഷകരോടും വർഷം മുഴുവൻ വഴി നന്നാക്കാൻ പെരിയ കരിങ്കൽ പാറ നോക്കിയൊരുക്കും പണിയാളരോടൊത്തും ചേർന്നവരുന്നു ദൈവം. മണ്ണാർ നിരുകൈകളിലും കൂടെ ചെളിയിലിറങ്ങോ, കളയൂ ശുഭ്രം വസ്ത്രം, കൊതിയോ മുക്തിയിൽ മുക്തിയിരിക്കുവതെവിടെ നിനക്കെന്നത് കിട്ടും. സംസ്കൃതിയോട് സാക്ഷാൽ പ്രഭുവും സർഗത്തുടലാൽ കെട്ടുപിണഞ്ഞു കിടപ്പൂ. മതിനിൻ ധ്യാനം മാറ്റൂ പൂജാപാത്രം, വസ്ത്രം കീറി മുഷിഞ്ഞതു മതി. നീ അദ്ദേഹത്തോട് കർമ്മപ്രതിയായി ചേരൂ. വേർപ്പൊഴുകട്ടെ, 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 വേർപ്പൊഴുകണം. നാല് മനുഷ്യരാണ്. പണിയെടുക്കണം, പണിയെടുക്കണം. ആറ്റിടയിൽ തപസ് ചെയ്ത ദൈവത്തെ തപസ് ചെയ്ത ആറ്റിടയന്റെ കഥയെ കേട്ടില്ലേ നിങ്ങൾ? കേട്ടിട്ടുണ്ടാവും, ശ്രദ്ധിച്ചാലില്ല. ചെമ്പകപ്പൂങ്കാവനത്തിലെ പൂമരച്ചോട്ടിൽ പണ്ടൊരിക്കലൊരാട്ടിടയൻ തപസ്സിരുന്നു. വിണ്ണിൽ നിന്നും വന്നിറങ്ങിയ ഭഗവാനപ്പോൾ ഒരു ചന്ദനത്തിൻ മണി വീണ അവനു നൽകി. തങ്കസ്വപ്ന സതങ്ങേളം തന്ത്രികൾ കെട്ടി അതിൽ സുന്ദര പ്രതീക്ഷകൾ തൻ ചായം പുരട്ടി. ആ തലയ്ക്കും ഹൃദയത്തിൽ തുളുമ്പിയ രാഗങ്ങൾ രാത്രിയും പകലും അവൻ വീണയിൽ വീട്ടി. പകലും വീട്ടിയിരിക്കല്ലേ കുട്ടികൾക്ക്? രാത്രി 12 മണി വരെ മൊബൈൽ. അച്ഛൻ അമ്മ മാന്തും, അമ്മ ഇന്ന് മാന്തും, കുട്ടികൾ അപ്പുറത്തും മാന്തും. എന്നിട്ടിപ്പോ വെക്കേഷൻ കാലത്ത് പല വീട്ടിലും പോയാൽ രാവിലെ 9 മണിക്കും 10 മണിക്കെല്ലാം ചെല്ലുമ്പോ മക്കളെ പോയി ഉറങ്ങ. നമ്മുടെ സ്കൂളിൽ നിന്ന് ചൂരലെടുത്തു പോയില്ലേ? ചൂരൽ തിരിച്ചുകൊണ്ട് വരണം. കുട്ടികളടിക്കാനില്ല, കുട്ടികളടിച്ച കാര്യം ബാലാവകാശ കമ്മീഷൻ ചൂരൽ വേണം. ഈ 9 മണി വരെ കിടന്നു നോക്കുന്ന വീട്ടിലെ കുട്ടിയുടെ അച്ഛനും അമ്മക്കും കിട്ടാനാക്കി അവരെ അടിക്കാനാണ് ചോദിച്ചത്. മനസ്സിലായോ? അവരെ അടിക്കണം, അവരെ അതാണ്. രാത്രിയിൽ പകലും അവർ വീടിൽ ആ മധുര സംഗീതത്തിൻ ലഹരിയാലെ സ്വന്തം ഭൂമി ദേവിയെ പാവം മറന്നുപോയി. ശ്യാമളമാ ഭൂമിയാകെ വാഴ്മരുവായി മാറിപ്പോയി. പാവമപ്പോൾ പശിയാതെ പാട്ടു നിർത്തി. വിശന്നപ്പോ പാട്ട് നിർത്തി. എന്നിട്ട് കാത്തു നിൽക്കും വയലിൽ തൻ കലപ്പയൂന്നി. സ്വന്തം വേർപ്പു കൊണ്ടു വിതയ്ക്കുവാൻ അവനിറങ്ങി. എന്നുമെന്നും സമൃദ്ധിതൻ പൊന്മണികൾ വിളയിക്കാൻ മന്നിതിന്റെ മകനായിട്ടവനിറങ്ങി. പണിയെടുക്കണം, അധ്വാനിക്കണം. അത് ദർശനമാണ്. അധ്വാനം ദർശനം. സൗന്ദര്യബോധം വേണം, ആർദ്രത വേണം, മനസ്സ് വളരണം. ബുദ്ധി വളർന്നിട്ട് കാര്യമില്ല, മനസ്സ് വളരണം. പഹൽഗാമിലെ ഭീകരന്മാര് 25 ടൂറിസ്റ്റുകളെ വെടിവെച്ച് കൊന്നിട്ട് ഇന്നേക്ക് 1 വർഷവും 10 ദിവസവും കഴിയ. ആ ഭീകരന്മാരുടെ അതിബുദ്ധിമാന്മാരെ എംഫിലും എംഎയും എംകോമും പാസ്സായല്ല. കേരളത്തിൽ വന്ന് ബിഫാം പാസ്സായി ഒരുത്തനുണ്ട്. പക്ഷേ അവർക്കൊന്നും മനസ്സിലെ കൊല്ലരുത് എന്ന മനസ്സിലായിരുന്നു.
മനസ്സിനെ വളർത്തണം. നിങ്ങളുടെ വീടുകൾ മനസ്സിനെ വളർത്തണം, ഗ്രാമം മനസ്സിനെ വളർത്തണം, സ്കൂള് ബുദ്ധിയെ വളർത്തട്ടെ, കോളേജുകൾ ബുദ്ധിയെ വളർത്തട്ടെ, നമ്മുടെ വീട് മനസ്സിനെ വളർത്തണം. ദൈവം വളരുന്നത്, ദർശനം വളരുന്നത് ബുദ്ധിയിലെ മാത്രമല്ല, മനസ്സിന് ചുരുക്കുക. മനസ്സ് ചുരുക്കുമ്പോ എത്ര ബുദ്ധി ഉണ്ടായിട്ടും ദൈവം വളരില്ല. ദൈവം എവിടെയായിരിക്കുന്നത്? മനസ്സിനുള്ളിൽ ദൈവമിരുന്നാൽ മനുഷ്യനും ദൈവവും. മനുഷ്യാണ് മനുഷ്യത്വം, മനസ്സുണ്ടെങ്കിൽ മനുഷ്യത്വം. അപ്പോ സൗന്ദര്യബോധം, ആർദ്രത വേണം. ദൈവങ്ങളെല്ലാം സുന്ദര സൃഷ്ടികളാണ്. ശ്രീനാരായണഗുരുവിന്റെ ദർശനങ്ങളെല്ലാം തന്നെ കവിതകളാണ്. വാക്കുകളുടെ സൗന്ദര്യമാണ് കവിതകൾ, ശബ്ദത്തിന്റെ സൗന്ദര്യമാണ് സംഗീതം, ചലനത്തിന്റെ സൗന്ദര്യമാണ് നൃത്തം, നിറങ്ങളുടെ സൗന്ദര്യമാണ് ചിത്രം, രൂപങ്ങളുടെ സൗന്ദര്യമാണ് ശില്പം. അല്ലേ? സൗന്ദര്യബോധം മനുഷ്യരും. മഴയും വെയിലുള്ള കാലത്തെല്ലാം മഴവില്ലുണ്ടായിരുന്നു ആകാശത്ത്. പക്ഷെ ആ മഴവില്ലിനെ നോക്കിയിട്ട് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, വിറ്റിയോ എന്ന് നിറങ്ങൾ ഏതൊക്കെ വേണ്ടിയിട്ട് മാരിവില്ലു പന്തലിട്ട് ദൂരചക്രവാളം മാടി മാടി വീണിക്കുന്നതറിഞ്ഞില്ലേ. ഒരു പാടാൻ നമ്മളെ ഉണ്ടായിരുന്നു. പൂക്കളുണ്ടായിരുന്നു ഭൂമിയിൽ. പക്ഷെ ആ പൂക്കളെ തുളസിക്കത് നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്ക പൊട്ടാത്ത നൂലിൽ കെട്ടാൻ ഒരു പൊട്ടനും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. മനുഷ്യൻ വന്നതിന് ശേഷം മാല പോർത്തിട്ടുള്ളൂ. സൗന്ദര്യബോധമുണ്ട്. അപ്പൊ ഏതാ ദർശനത്തിന്റെ, ഭാരതീയ ദർശനത്തിന്റെ 3 അടിത്തറ ഞാനിപ്പോ പറഞ്ഞു. 1 സത്യാന്വേഷണം, 2 നന്മ ശിവം, 3 സൗന്ദര്യബോധം. പൊൽത്തിങ്കൽക്കല പൊട്ടുതൊട്ട ഹിമവൽ ശൈലാഗ്രശൃംഗത്തിൽ വെൺകൊറ്റ പൂങ്കുട പോൽ വിടർന്ന വിമലാകാശാന്തരംഗങ്ങളിൽ നൃത്തധൂച്ചെടി ഹസ്തമാർന്ന തുണിതൻ ഉത്താടതുണ്ടും രവം തത്വത്തിൻ പൊരുളാലപിപ്പു മധുരം സത്യം ശിവം സുന്ദരം. സത്യം, ശിവം, സുന്ദരം. ഈ 3 അടിത്തറയിൽ നമ്മുടെ ദർശനങ്ങളെ, ദൈവവിശ്വാസത്തെ, നമ്മുടെ ആസ്തികതയെ പടുത്തുയർത്തിയില്ലെങ്കിൽ അസ്ഥിവാരമില്ലാതെ ശ്രീകോവിലെടുത്ത ആ അമ്പല കമ്മിറ്റിക്കാരുടെ ഗതികൾ നമുക്കും സംഭവിക്കും. അത് സംഭവിക്കാതിരിക്കാൻ ഈ ദർശനോത്സവത്തിൽ ശ്രീനാരായണ ഗുരുവിനെ പുറം കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ രൂപവും പ്രതിമയും കാണാനല്ല, അകക്കണ്ടുകൊണ്ട് ആഴത്തിൽ ആഴണം വാഴണം. കണ്ടേ? ആഴണം വാഴണം. ഈ ദർശനം കാണണം. ആ ദർശനത്തിൽ നീ സത്യം, ജ്ഞാനം, ആനന്ദമാണ്. സത്യത്തിലൂടെ യാത്രയിലേക്ക് സഞ്ചരിക്കുമ്പോഴുള്ള ജ്ഞാനത്തിൽ കിട്ടുന്ന ആനന്ദമാണ് സച്ചിദാനന്ദം. സത്തായിരിക്കുന്നതിനോട് ചിത്തം ചെയ്യുന്ന ആനന്ദമാണ് സച്ചിദാനന്ദം. ശരീരത്തിൽ ഭക്ഷ്യ തിന്നുമ്പോ കിട്ടുന്ന ആനന്ദം ദുഷ്ടിദാനന്ദമാണ്. സച്ചിദാനന്ദത്തിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുവരും. പക്ഷെ അത് മാത്രമാണ് ആനന്ദം എന്ന് ധരിക്കുന്നത്. അത്തരത്തിൽ മുന്നോട്ട് പോകാൻ ഈ ദർശനോത്സവം നിങ്ങൾക്ക് കരുത്ത് തരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ വലിയ മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ എനിക്ക് അവസരം തന്ന യൂണിയന്റെ സെക്രട്ടറി ഷാജി സാറിനും അദ്ദേഹം യൂണിയന്റെ മറ്റു ഭാരവാഹികൾക്കും ആദ്യം തന്നെ നന്ദി പറയുന്നു. ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ഉറക്കത്തിന്റെ ആലസ്യത്തിലായി പലരും ഉറങ്ങുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഒരു അരമണിക്കൂറിൽ കൂടുതൽ കുട്ടികൾ പോലും ഇങ്ങനെ അടങ്ങിയിരിക്കാറില്ല. ഒരാൾ പോലും ഉറങ്ങാതെ എന്നോട് ചിരിച്ചും കൈയടിച്ചും പ്രതികരിച്ചിരുന്ന ഈ സദസ്സിന്റെ മുന്നിൽ നല്ല നമസ്കാര സംഘത്തിലുള്ള